വിഷയത്തില് എപിക്കാര് വിജയിച്ചിരിക്കുകയാണ്, പരാജയപ്പെട്ടിരിക്കുകയല്ല. മണ്ണാർക്കാട് എന്ന് കേൾക്കുമ്പോ തന്നെ പാനക്കൊക്കെ ഒരു നെട്ടലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷറഫ് ഹാജിയെ. കാരണം മണ്ണാർക്കാട് എപിക്കാര് വിജയിച്ചു. ഞാനത് വെറുതെ പറയല്ല. മണ്ണാർക്കാട് സുന്നത്ത് ജമാഅത്തിന്റെ എപി സുന്നി വിഭാഗത്തിൽപ്പെട്ട 2 പ്രവർത്തകരെ അറുംകൊല ചെയ്തു. എത്രയോ വെട്ടുകൾ വെട്ടി, ഇരുളിന്റെ മറവില് വെട്ടുകൾ വെട്ടി. അവസാന തുള്ളി വെള്ളം തരുമോ എന്ന് മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോ പലപ്പോഴും നമ്മള് ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ ആരുടെയും ചരിത്രത്തിലില്ലാത്ത വിധത്തില് തൊള്ളയിലേക്ക് മൂത്രം ഒഴിച്ചു കൊടുത്തു. ഇത് ഷാജഹാൻ പറയല്ല, ആ കൊലപാതകം നടത്തിയ അതിലുള്ള ഒരു പ്രതി പറയുകയാണ്. തൊള്ളയിലേക്ക് മൂത്രം ഒഴിച്ചു കൊടുത്തു. 25 പ്രതികളാ 2 ആളെ കൊല്ലുന്നത്. മനസ്സിലാക്കണം, തൊള്ളയിലേക്ക് മൂത്രം വരെ ഒഴിച്ചു കൊടുത്തു. അപ്പൊ ഈ കൊലപാതകം നടത്തിയത് ലീഗിന്റെ ആളുകളാ. അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് അടങ്ങുന്ന ലീഗിന്റെ 25ഓളം ആളുകൾ മണ്ണാർക്കാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. ഇതൊന്നും ഇപ്പൊ അവിടെ പറയേണ്ട ആവശ്യമില്ല, പിന്നെ ക്ലിപ്പ് വരുമ്പോ വിശദീകരിക്കല് ഞാൻ നിർബന്ധിതനാകുകയാണ്. അപ്പോ ആ കൊലപാതകികളെ സഹായിക്കാൻ അവിടുത്തെ ആ കേസ് നടക്കുന്ന പരിധിയിലുള്ള MLA ആകുന്ന ഷംസുക്ക അതിന് മുന്നിട്ടിറങ്ങുന്ന വിവരം ആ കൊല നടത്തപ്പെട്ട ആ 2 ജീവൻ നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾ പറയുന്നു. ഈ MLA അതിന് കൊലയാളികൾക്ക് സഹായം ചെയ്തു കൊടുക്കുകയാണ്. ആ കേസ് മുന്നോട്ട് പോകാൻ പ്രയാസാണ് എന്നുള്ള വിവരം അറിഞ്ഞപ്പോഴാ ഇങ്ങനെ ഒരു നിലപാട് അവിടെ എടുക്കേണ്ടി വന്നത്. അതും എങ്ങനെ എടുത്തു? അതൊരു പത്രക്കാരെ വിളിച്ചു വന്നുകൊണ്ട് ഒരു പ്രസ്താവനയായി പറഞ്ഞിട്ടില്ല, അതങ്ങനെയാണ് പ്രഖ്യാപിച്ചിട്ടുമില്ല. AP ഉസ്താദ് കാരന്തൂർ മർക്കസിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്ന ഇടയിലെ AP ഉസ്താദിന്റെ ശിഷ്യനാകുന്ന നൂറുദ്ദീനി എന്ന് പറയുന്ന ഈ മണ്ണാർക്കാട്ടെ പ്രിയ സഹോദരനെ വെട്ടി നുറുക്കി കൊലപ്പെടുത്തിയല്ലോ. ഇനി ആ സഹോദരന് വരാൻ പറ്റൂല ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലെ. അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്ന ആ സംഗമത്തിൽ നൂറുദ്ദീൻ ഇല്ലാത്ത വിഷമം സഹപ്രവർത്തകർ AP ഉസ്താദിനോട് പറഞ്ഞപ്പോ AP ഉസ്താദ് എന്താണ് അവിടെ വെച്ച് പറഞ്ഞ സംഗതിയാണ്. അപ്പൊ ഈ കൊലയാളികൾക്ക് നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോ AP ഉസ്താദ് അങ്ങനെ പറഞ്ഞതാ. അതിന് കൊലയാളികൾക്ക് നിയമസഹായം ചെയ്തു കൊടുക്കുന്ന ആരായാലും വേണ്ടി ഓനെ പരാജയപ്പെടുത്തണം എന്ന് AP ഉസ്താദ് പറഞ്ഞു. അത് പറയണ്ടേ? ഇതൊന്നാലോചിച്ചൊക്കെ. അപ്പൊ എന്റെ വീട്ടിൽ വല്ല അക്രമം ഒരാൾ വന്ന് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതെന്താ ഓൻ നടത്തിക്കോട്ടെ എന്നാ പറയണ്ടേ? ആ ആക്രമിക്കുന്ന ആളെ ഷാജാൻ വന്ന് സഹായിച്ചാൽ എന്റെ നിലപാടെന്താവും ചങ്ങായി? ഷറഫ് ഹാജി എന്റെ നിലപാടെന്താവും? ആ അക്രമം ചെയ്യുന്ന എന്റെ പെരയിൽ വന്നാണ്ട് തല്ലുക, കുത്തുക, നീ വെട്ടിക്കൊല്ലുക എന്തേലും ചെയ്താലേ സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം. അങ്ങനെ സംഭവിച്ചാൽ അതിന് ഞാനിങ്ങനെ ഈ അക്രമിക്ക് ഞാൻ ഇങ്ങനെ സഹായം കൊടുക്കേണ്ടി എന്തെങ്കിലും പറയാം? ആദ്യം പറയും അണ്ണ ഞാൻ കുറച്ചു തരാൻ നീക്കാനും പറയാം. AP ഉസ്താദ് പറഞ്ഞു അവനെ നമുക്ക് പരാജയപ്പെടുത്തണം. അതാണല്ലോ ഇപ്പൊ ജനാധിപത്യ രാജ്യത്ത് പറ്റിയല്ല, തിരിച്ചായിട്ട് വാളെടുക്കാൻ വെട്ടാനൊന്നും പറ്റൂലല്ലോ. മനസ്സിലായോ? അപ്പൊ അതാണ് AP ഉസ്താദ് പറഞ്ഞത്, അവനെ പരാജയപ്പെടുത്തണം, അത്രമാത്രം. അത് ലീഗിനെ പരാജയപ്പെടുത്തണേ, ലീഗുകാരെ മുഴുവൻ പരാജയപ്പെടുത്ത അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ പിന്നീട് വ്യാഖ്യാനങ്ങളാണ്. മനസ്സിലായോ? അവനെ പരാജയപ്പെടുത്തണം തന്നെ പറഞ്ഞത്. അവൻ ഈ പരാജയപ്പെട്ടില്ല, ജയിച്ചു, എന്താ കുഴപ്പം? ആ നിലപാട് അതാണ്, പരാജയപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ്. അതാണ് നിലപാട്. എന്നാ പിന്നെ മണ്ണാർക്കാട് AP-ക്കാർ വിജയിച്ചു. ആ 25 പ്രതികളും ഇന്ന് സെൻട്രൽ ജയിലിൽ ഉണ്ടെന്നാണ്. അതിൽ 1-2 ആളുകളൊക്കെ മരണപ്പെട്ടു എന്നാണ് കേട്ടത്. ആ 25 ആളുകളും സെൻട്രൽ ജയിലിൽ ഉണ്ടെന്നാണ് പറയുമ്പോ അങ്ങനെ പറയാം. 2 ആൾ മരണപ്പെട്ടു എന്നുള്ളൊരു അറിവാണ്, കൃത്യമാണോ എന്നുള്ളത് എനിക്കറിയില്ല. ആ അത്രയും ആളുകൾ ഇന്നും ജീവപര്യന്തം തടവ് നേരിടുകയാണ്. ഷാജാൻ പറയല്ല, കേട്ടോ വരട്ടെ. ഇരട്ടക്കൊലപാതക കേസിലെ 25 പ്രതികൾക്കും അങ്ങനെ പറഞ്ഞാല് നമ്മളെ ഷറഫ് ഹാജിക്ക് തിരിയില്ല. തുടക്കത്തിൽ തന്നെ പറയണം, അത് കൃത്യമായി പറയണം, എന്നാലാണ് നമ്മളെ ഷറഫ് ഹാജിക്ക് തിരിയാ. പറയും. പാലക്കാട് കല്ലാങ്കുഴി ഇരട്ടക്കൊലപാതക കേസിലെ 25 പ്രതികൾക്കും ജീവപര്യന്തം തടവ്. അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി രജിത TH ആണ് ശിക്ഷ വിധിച്ചത്. 2013 നവംബറിലാണ് AP സുന്നി വിഭാഗം പ്രവർത്തകരായ പള്ളത്ത് നൂറുദ്ദീൻ, കുഞ്ഞു ഹംസ എന്നിവർ കൊല്ലപ്പെട്ടത്. കേട്ടോ, 25 പ്രതികൾക്ക് ജീവപര്യന്തം തടവ്.
ഇതാണ് എ പിക്കാർ ഉന്നയിച്ചത്. ആ പ്രതികളെ പിടിക്കപ്പെടണം, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം, അവർക്ക് ശിക്ഷ കൊടുക്കണം. അതിനാരും എതിര് നിൽക്കാൻ പാടില്ല, അതിനനുകൂലിക്കാൻ വേണ്ടിയത്. മനസ്സിലായോ? ഇത് എ പിക്കാർ പറഞ്ഞു, അതവിടെ സംഭവിച്ചു. 25 പ്രതികൾക്കും ജീവപര്യന്തം തടവാണ് കിട്ടിയിട്ടുള്ളത്. കേട്ടില്ലേ? ഇനി തുടർന്ന് കേൾക്കാം, പറയൂ. പാലക്കാട് കല്ലാങ്കുഴി ഇരട്ട കൊലപാതക കേസിലെ 25 പ്രതികൾക്കും ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ജീവപര്യന്തം തടവാണ് ഇവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി രജിത TH ആണ് ശിക്ഷ വിധിച്ചത്. ഇത് കുറച്ച് വർഷങ്ങൾ മുൻപുള്ള 9 വർഷം മുൻപുള്ള ഒരു കേസാണ്. 2013 നവംബറിലാണ് AP സുന്നി വിഭാഗം പ്രവർത്തകരായ പള്ളത്ത് നൂറുദ്ദീനും കുഞ്ഞു ഹംസയും കൊല്ലപ്പെട്ടത്. ഈ കേസിൽ ഇത്രയും കാലം വാദങ്ങളും അന്വേഷണവും ഒക്കെയായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, വിധിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെ? അപ്പൊ വിധിയുടെ വിശദാംശങ്ങൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കേൾപ്പിച്ച. ഏതായാലും 25 എണ്ണത്തിന് ഇപ്പൊ സെൻട്രൽ ജയിലിൽ ഉണ്ട് തിന്നുകയാണ്. മനസ്സിലായോ? അപ്പൊ എ പിക്കാർ വിജയിച്ചു. എ പിക്കാർ എന്തിനാ അവിടെ സമരം ചെയ്തത്? എ പിക്കാർ എന്തിനാ പതൊക്കെ പറഞ്ഞത്? ആ പ്രതികളെ പിടിക്കപ്പെടണം, അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കണം. ജനാധിപത്യ രാജ്യത്ത് അർഹമായ ശിക്ഷയാണ് അവരെ തുരങ്കിൽ അടക്കുക എന്നുള്ളത്. അതിപ്പോ അടച്ചു. എ പിക്കാർ വിജയിച്ചു. മനസ്സിലായോ? ഈ മണ്ണാർക്കാടിന്റെ കഥയും പറഞ്ഞാണ്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. തിരിയേണ്ടവർക്കൊക്കെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് തിരിയും, അല്ലാത്തവര് നട്ടം തിരിയും ചോദിച്ചു. അപ്പൊ കാര്യങ്ങൾ ഇതാണ്. അല്ലാതെ വെറുതെ എന്തെങ്കിലും പറയാന്നല്ല. വെറുതെ ലീഗിന്റെ മേൽക്കോ അല്ലെങ്കിൽ ലീഗിന്റെ MLA മേൽക്കോ പറയുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അപ്പൊ ആ സംഭവിച്ചത് എടുത്ത് പറഞ്ഞിട്ട് അതിനുള്ള നടപടികൾ ഞങ്ങൾ നോക്കും. അങ്ങനെ ഞങ്ങൾ നോക്കി, ഞങ്ങൾ അവിടെ വിജയിച്ചു. 25 പ്രതികളും ഇന്ന് സെൻട്രൽ ജയിലിൽ ഉണ്ടതിന്നാണ്. അതിലിപ്പോ 1-2 മരണപ്പെട്ടു എന്ന് കേൾക്കണ്ടേ. യാഥാർത്ഥ്യം എന്താന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ അന്വേഷിച്ചപ്പോൾ 25 ആളും സെൻട്രൽ ജയിലിൽ ഉണ്ടതെന്ന് തന്നെയാണ് കേട്ടത്. ഓക്കെ, അപ്പൊ മണ്ണാർക്കാട് എ പിക്കാർ ജയിച്ചിരിക്കുകയാണ്. മനസ്സിലായോ?